വ്ളോഗേഴ്സ് പോയി കഴിഞ്ഞാൽ അവർ ദിവസം ഒരു എപ്പിസോഡ് ഇടുന്നുണ്ട്. ബാക്കി സമയം അവർ ആഘോഷമായിട്ട് ജീവിതം ആസ്വദിക്കുക ചെയ്യുന്നത്. അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം. ഞാനതല്ല ചെയ്തിരുന്നത് അന്നും ഇന്നും. ഇന്നും ഞാൻ സഞ്ചാരത്തിന് പോകുമ്പോൾ ഞാൻ തനിച്ചാണ് പോകുന്നത്. ഞാൻ പോയാൽ ഒരു ദിവസം 6 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. 6 എപ്പിസോഡോ? ആ, അപ്പോൾ ഒരു ദിവസം പുലർച്ചെ തുടങ്ങിയാൽ രാത്രി വരെ ശരാശരി 6 എപ്പിസോഡ്, ചില ദിവസം 7-8 എപ്പിസോഡ് വരെ പോകും നല്ല സ്ഥലങ്ങളാണെങ്കിൽ. ഈ 6 എപ്പിസോഡ് എടുത്തുകൊണ്ട് വന്നാൽ അടുത്ത ഒരു മാസം സംപ്രേഷണം ചെയ്യാൻ ഞാൻ 4-5 ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ മതി. അപ്പം ഒരു മാസം 5 ദിവസമേ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നുള്ളൂ ഈ ഓഫീസിൽ നിന്ന്. ഈ 5 ദിവസം കൊണ്ട് അടുത്ത ഒരു മാസത്തേക്കുള്ളത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വരുന്നത്. അപ്പം നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, രക്തം വേർപ്പാക്കിയിട്ടാണ് ഈ സാധനം എല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ തൂർത്തടിക്കാൻ എൻ്റെ കാരണവന്മാരുടെ കയ്യിൽ അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ അവർ പോകില്ലായിരുന്നു. എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. അവരാരെങ്കിലും ഈ പണി ചെയ്യില്ലായിരുന്നോ? അത് ശരിയാണ്, ആർക്കും ചെയ്യാറില്ല. എൻ്റെ അപ്പൻ്റെ സ്വത്തിന് എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അവകാശമല്ലേ. എൻ്റെ അനുജൻ അങ്ങ് പോയനല്ലോ ഈ ഇതുപോലെ കാശ് കൊടുത്തിട്ട്. ഞാൻ മാത്രം എങ്ങനെയെങ്കിലും സഞ്ചാരിക്കും. അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും? അവർക്കറിയാം ഞാൻ ചെയ്യുന്ന പണി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. അവർ കണ്ടോണ്ടിരിക്കുന്നില്ല ഞാൻ എങ്ങനെ എന്താ ചെയ്യുന്നത്. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും വീട്ടിൽ ചെല്ലുന്നതും 24 മണിക്കൂറും പണിയെടുക്കുന്നതും. ഇങ്ങനെ ഈ ഞങ്ങൾ ഒന്നിച്ചുള്ള ചില യാത്രകളിലും ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന അവർ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ കണ്ടിട്ടുണ്ട്, എൻ്റെ മക്കൾക്കറിയാം. അവരാ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഞാൻ ഷൂട്ടിന് പോകുന്ന കൂടെ ഒരിക്കലും യാത്ര ചെയ്യില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ദുരിതം പിടിച്ചൊരു യാത്ര വേറെ ഇല്ല.